കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ വന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 371 മണ്ഡലങ്ങളിലെയും പരിശോധന നടത്തിയപ്പോൾ പലയിടങ്ങളിലും മുന്നേറ്റം UPAക്കാണ് എന്നുള്ളതാണ്. അപ്പൊ നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ ചന്ദ്രബാബു നായിഡു 21-ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിനുള്ള വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് KCRും തന്റെ ഫെഡറൽ മുന്നണി എന്ന സ്വപ്നത്തെ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് ചേരിയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇതുമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവും KCRന്റെ സുഹൃത്തുമായിട്ടുള്ള B വിനോദ് കുമാറാണ് ഈ വിവരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി ഏകദേശം പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ഒരു ഐക്യം കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഇത്. മറ്റൊരു കാര്യം, KCR കൂടി ഈ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നിലോട്ട് വരുമ്പോൾ ആന്ധ്രയിലെ YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിക്കാണ് ഇപ്പോൾ നിലവിൽ അവിടെ തരംഗം എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസ് ചേരിയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, KCR കൂടി മുന്നോട്ട് വരുമ്പോൾ എന്തായാലും ഒരു വലിയ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചു എന്ന് വേണം പറയാൻ. KCRന്റെ ഈ ഫെഡറൽ മുന്നണി രൂപീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ എട്ടുനിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ. കാരണം KCR പല നേതാക്കന്മാരുമായി, പല പ്രാദേശിക നേതാക്കന്മാരുമായി പോലും കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് സ്വന്തമാക്കാൻ KCRന് സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് DMK അധ്യക്ഷനായിട്ടുള്ള സ്റ്റാലിനെ കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് KCR പടപോയത്. എന്നാൽ KCRന്റെ ഈ നീക്കത്തിന് ഒരു ചുട്ട മറുപടി നൽകുകയായിരുന്നു DMK അധ്യക്ഷൻ സ്റ്റാലിൻ. സ്റ്റാലിൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നതാണ്. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഈ മൂന്നാം മുന്നണി എന്ന സ്വപ്നം അവസാനിക്കുകയും ഈ മൂന്നാം മുന്നണിയിലൂടെ സ്വപ്നം കണ്ട പ്രധാനമന്ത്രി സ്ഥാനത്തിലും ഏകദേശം ഒരു തീരുമാനമാവുകയും ചെയ്ത KCR ഒടുവിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വരുന്നത് ദേശീയ തലത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയെയാണ് വിളിച്ചോതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.